ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് മാംഗോ ഐസ്ക്രീമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നല്ല വലിപ്പമുള്ളതും പഴുത്തതുമായിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇടത്തരം മാങ്ങയാണ് കിട്ടുന്നതെങ്കിൽ 2-3 മാങ്ങ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് മാമ്പഴം നന്നായി കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക എന്നുള്ളതാണ്. മാമ്പഴം നമുക്ക് മിക്സിയിലേക്കിട്ട് പ്യൂരി ആക്കേണ്ടതായിട്ടുണ്ട്. പ്യൂരി ആക്കുന്നതിന് മുൻപായിട്ട് അതിൽ നിന്ന് 1/4 ഭാഗത്തോളം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് ഐസ്ക്രീമിലോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്യൂരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ചെയ്യുന്നതിനായിട്ട് 1 കപ്പ് ഹെവി വിപ്ഡ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. ക്രീം വിപ്പ് ചെയ്യുമ്പോൾ തണുത്ത ബൗള് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രീസറിൽ വച്ചിട്ടുള്ള ബൗളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് 1/3 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. മാമ്പഴം നല്ല മധുരമുള്ളതായതുകൊണ്ട് ക്രീമിലേക്ക് ഞാൻ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രീം നല്ല 75% മാത്രം വിപ്പ് ചെയ്താൽ മതിയാകും. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വെനില എക്സ്ട്രാക്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്യൂരി കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മുടെ ഐസ്ക്രീം മിക്സ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ 1-2 തുള്ളി യെല്ലോ ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/4 കപ്പ് മാംഗോ ചങ്ക്സോട് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ബോക്സ് തിരഞ്ഞെടുക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് തന്നെ നമ്മൾ എടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിലോട്ട് നമ്മൾ ബോക്സ് വെക്കുമ്പോൾ വെള്ളം ബോക്സിനുള്ളിലേക്ക് വന്നിട്ട് ഐസ്ക്രീമിന് പുറത്ത് വെള്ളം കട്ടി പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. എയർ ബബിൾസ് പോകുന്നതിനായിട്ട് മിക്സ് നന്നായി ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എയർ ടൈറ്റ് കണ്ടെയ്നർ ഇല്ല എങ്കിൽ ഐസ്ക്രീം മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പ്ലാസ്റ്റിക് ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് റാപ്പ് ചെയ്താലും മതിയാകും. 4 to 6 hours ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് ചെയ്തത്. ഐസ്ക്രീം എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുത്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് വെച്ചിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് യമ്മി മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ അവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്